നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നാടെങ്ങും വിവിധ പരിപാടികളോടെ ശിശുദിനം ആഘോഷിച്ചു. മതിലകത്തും വലപ്പാടും ക്ഷേത്രഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് കവർച്ച. മതിലകം പോലീസ് കെയർ കമ്മിറ്റിയുടെ 1ാം വാർഷികാഘോഷവും പോലീസ് കുടുംബസംഗമവും ശനിയാഴ്ച. വാർത്തകൾ വിശദമായി. കയ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജവഹർലാൽ നെഹ്റു അനുസ്മരണം നടത്തി. മതിലകത്തെ ബ്ലോക്ക് കോൺഗ്രസ് ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം KP ധനപാലൻ MP ഉദ്ഘാടനം ചെയ്തു. നെഹ്റുവിന്റെ സാമ്പത്തിക സമീപനത്തെക്കുറിച്ച് വളരെയധികം വിമർശനം ഭാരതത്തിനകത്തും ലോകത്തുമില്ല. അതിന് കാരണം രണ്ട് ശക്തിക ചേരികളുടെ സാമ്പത്തിക സമീപനത്തിൽ ഭിന്നമായ ഒരു മിക്സഡ് ഇക്കോണമി എന്ന് പറയുന്ന ഒരു പുതിയ സാമ്പത്തിക സമീപനം ലോകത്തിന് പറഞ്ഞു കൊടുത്ത രാഷ്ട്രശില്പിയുടെ ആ പ്രഖ്യാപനം ആ കാലഘട്ടത്തിലും അതിന് പിന്നീടുണ്ടായ കാലഘട്ടങ്ങളിലുമൊക്കെ ഏതെങ്കിലും ഒരു ചേരിയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കാനുള്ള വ്യാഖ്യാനങ്ങളും സമ്മർദ്ദങ്ങളും പ്രചരണങ്ങളും ലോകത്തും നമ്മുടെ സമൂഹത്തിൽ നടന്നു. പക്ഷെ ഇന്ന് നെഹ്റുവിൻ സാമ്പത്തിക സമീപനമാണ് ലോകത്തിനും രാജ്യത്തിനും ഏറ്റവും അനുയോജ്യമായത് എന്ന് അനുഭവങ്ങളിലൂടെ അവർക്ക് പ്രഖ്യാപിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KF ഡൊമിനിക് അധ്യക്ഷത വഹിച്ചു. സാഹിത്യ നിരൂപകൻ ബാലചന്ദ്രൻ വടക്കേടത്ത് മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ PN ബാലകൃഷ്ണൻ, PMA ജബ്ബാർ, CS രവീന്ദ്രൻ, KD നീലാംബരൻ, CC ബാബുരാജ്, KV അബ്ദുൾ മജീദ്, അനിത ബാബു, KS സുരേഷ്, KB അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ചന്ദ്രാപിന്നി SN വിദ്യാഭവൻ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ശിശുദിനം ആഘോഷിച്ചു. ഗായകൻ മോഹൻ S മാരാർ ഭദ്രദീപം കൊളുത്തി. SNENC ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി KG അശോകൻ ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് പ്രസിഡന്റ് KV സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. ചാച്ച നെഹ്റുവായി എത്തിയ UKG വിദ്യാർത്ഥി ഇഷാൻ സലീം ശിശുദിന സന്ദേശം നൽകി. Thank you, Chacha Nehru. On to the mic to speak. ശൈലജ B മേനോൻ, IR രാജൻ, TK രാജീവൻ, പ്രിൻസിപ്പാൾ EK സുഷമ, TV ശാർങ്ങാധരൻ, PB ലാലി എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ചന്ദനം മണക്കുന്ന പൂന്തോട്ടം, ചന്ദ്രിക മെഴുകിയ മണിമുറ്റം, ഉമ്മറത്തമ്പിളി നിലവിളക്ക്, ഉച്ചത്തിൽ സന്ധ്യയ്ക്കു നാമജപം, ഹരിനാമജപം, അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഭജേ. അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഭജേ. കയ്പമംഗലം ഗവൺമെന്റ് LP സ്കൂളിൽ ശിശുദിനം ആഘോഷിച്ചു. വാർഡ് മെമ്പർ KA പുരുഷോത്തമൻ ശിശുദിന റാലി ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക MA ഖദീജ ബീവി, PTA MPTA ഭാരവാഹികൾ ശിശുദിന റാലിക്ക് നേതൃത്വം നൽകി.
ചാമക്കാല ഹരിശ്രീ ഉദയശ്രീ അംഗൻവാടിയുടെ നേതൃത്വത്തിൽ ശിശുദിന റാലിയും കലാപരിപാടികളും സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ പി കെ ഹംസ ഉദ്ഘാടനം നിർവഹിച്ചു. ചന്ദ്രാപിന്നി ഈസ്റ്റ് നവീന അംഗൻവാടിയുടെ നേതൃത്വത്തിൽ ശിശുദിന റാലിയും കലാപരിപാടികളും സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ എ കെ ജമാൽ ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം ചാച്ചാമരം വിദ്യാലക്ഷ്മി അംഗൻവാടിയുടെ നേതൃത്വത്തിൽ നടന്ന ശിശുദിന റാലി വാർഡ് മെമ്പർ കെ ജി ദിലീപ് ഉദ്ഘാടനം ചെയ്തു. ചന്ദ്രാപിന്നി കണ്ണനാംകുളം മൈത്രി അംഗൻവാടിയിൽ നടന്ന ശിശുദിന റാലി വാർഡ് മെമ്പർ സാജിദ പുതിയ വീട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ചന്ദ്രാപിന്നി കണ്ണംപുള്ളിപ്പുറം അക്ഷര അംഗൻവാടിയുടെ നേതൃത്വത്തിൽ ശിശുദിനം ആഘോഷിച്ചു. ഇതോടനുബന്ധിച്ച് ശിശുദിന റാലി, കുട്ടികളുടെയും അമ്മമാരുടെയും വിവിധ മത്സരങ്ങൾ, സദ്യയും ഉണ്ടായിരുന്നു. വാർഡ് മെമ്പർ എം കെ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വി കെ രവീന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ദിനമാണ് നവംബർ 14. അപ്പൊ ഈ 14 തന്നെ നമ്മൾ എന്തിനാണ് ആഘോഷിക്കുന്നത്? നെഹ്റുവിന്, അദ്ദേഹത്തിന് ജനങ്ങളെല്ലാം കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്യക്തിയായിരുന്നു ജവഹർലാൽ നെഹ്റു. നെഹ്റുവിന് കുട്ടികളോട് ഇഷ്ടമായിരുന്നു. കുട്ടികളെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ രാഷ്ട്രീയവും ഭരണമൊക്കെ മറന്നുകൊണ്ട് കുട്ടികളുടെ കൂടെ കളിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ജവഹർലാൽ നെഹ്റു. അവിടെ എല്ലാവരും അദ്ദേഹത്തെ വിളിച്ചിരുന്നത് ചാച്ചാ നെഹ്റു എന്നാണ്. ചാച്ചാ വെച്ചിട്ടാ ഇളയച്ച അല്ലെങ്കിൽ മുത്തച്ഛൻ അല്ലേ, അങ്ങനെയൊക്കെയാണ് പേര് തോന്നും. അച്ചാച്ചൻ എന്നാണ് കുട്ടികളൊക്കെ അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. ശരിക്കും ഇന്ത്യയെ ഭരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് പോലും ഇങ്ങനെ കുട്ടികളോടൊപ്പം കുറെ സമയം ചെലവഴിക്കാനും മനസ്സിന്റെ പിരിമുറുക്കങ്ങളൊക്കെ ഇല്ലാണ്ടാക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അതോടൊപ്പം നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ കാണുന്നത് സന്തോഷകരമായ ഒരു അനുഭവം കൂടിയായിരുന്നു. കയ്പമംഗലം 12 തണൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ആഘോഷിച്ച ശിശുദിനം മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം ജി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് കെ കെ പ്രേമൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ഉമാ ശിവരാമൻ, സവിത പ്രദീപ് എന്നിവർ സംസാരിച്ചു. മതിലകം പുതിയകാവ് ഇഷ്ണിക്കൽ ശ്രീ ഘണ്ടാകർണസ്വാമി ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തി തുറന്ന് പണം കവർന്നു. ക്ഷേത്ര മതിൽക്കെട്ടിനോട് ചേർന്നുള്ള ഭണ്ഡാരവും ഗണപതിയുടെയും ശാസ്താവിന്റെയും പ്രതിഷ്ഠയ്ക്ക് സമീപവും സ്ഥാപിച്ചിട്ടുള്ള ഭണ്ഡാരങ്ങളുമാണ് മോഷ്ടാക്കൾ കുത്തി തുറന്ന് പണം കവർന്നത്. ഇന്ന് രാവിലെ 5 മണിയോടെയാണ് ക്ഷേത്രം ഭാരവാഹികൾ മോഷണ വിവരം അറിയുന്നത്. ക്ഷേത്രത്തിലെ അലമാരയും ശ്രീകോവിലിന്റെ വാതിലും മോഷ്ടാക്കൾ തുറന്നിട്ടുണ്ടെങ്കിലും മറ്റൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഏകദേശം 6000 രൂപയോളം നഷ്ടപ്പെട്ടതായി കരുതുന്നു. മതിലകം SI സി പ്രേമാനന്ദകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വലപ്പാട് കോതകുളം വെന്നിക്കൽ ശിവക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിലെ 6 ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് പണം കവർന്നു. ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ വാതിലും മറ്റു മുറികളുടെയും വാതിലുകളും കുത്തി തുറന്നിട്ടുണ്ട്. രാവിലെ ക്ഷേത്രത്തിലെ ശാന്തി എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. വെള്ളിയാഴ്ച ഭണ്ഡാരങ്ങൾ തുറക്കാനിരിക്കെയാണ് കളവ് നടന്നത്. ഏകദേശം 8000ഓളം രൂപ നഷ്ടപ്പെട്ടതായി ഭാരവാഹികൾ പറഞ്ഞു. വലപ്പാട് SI TC രാമനാഥന്റെ നേതൃത്വത്തിലുള്ള പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തും വലപ്പാട് സാമൂഹികാരോഗ്യ കേന്ദ്രവും വലപ്പാട് ഗ്രാമപഞ്ചായത്തും നവംബർ 14 ലോക പ്രമേഹ ദിനമായി ആചരിച്ചു.
ദിനാചരണത്തിന്റെ ഭാഗമായി ജനപ്രതിനിധികളും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് കൂട്ടനടത്തം സംഘടിപ്പിച്ചു. വലപ്പാട് ചന്തപ്പടിയിൽ നിന്ന് ആരംഭിച്ച കൂട്ടനടത്തം ഗീതാ ഗോപി MLA ഉദ്ഘാടനം ചെയ്തു. പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കേണ്ട ഒരു അവയർനെസ് എന്നുള്ളൊരു ക്യാമ്പയിന്റെ ഭാഗമായിട്ടൊന്ന് നടത്തുന്ന ഈ കൂട്ടോട്ട മത്സരത്തിൽ പ്രമേഹം ഇന്ത്യയുടെ ലോകാരോഗ്യ സംഘടനയുടെ തെളിവെടുപ്പ് സഹിതം ഡോക്ടർ ഇവിടെ സൂചിപ്പിച്ച സാഹചര്യത്തിൽ ഈ സംരംഭം വളരെ ആമുഖമായി തന്നെ ബഹുമാനപ്പെട്ട ഡോക്ടർ ഇവിടെ സൂചിപ്പിക്കേണ്ടായി. ഇന്ന് മനുഷ്യനെ മനസ്സിനും ശരീരത്തിനും അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രമേഹത്തിൽ നിന്നും മോചനം നേടാൻ ഇന്നത്തെ സാഹചര്യത്തിൽ എന്തെല്ലാമാണ് ക്രമീകരണങ്ങൾ നമ്മൾ നടത്തേണ്ടത് എന്നും ആരോഗ്യ പ്രവർത്തകർ, ആശാ വർക്കർമാർ, അംഗൻവാടി ജീവനക്കാർ, വിദ്യാർത്ഥികൾ എന്നിവർ കൂട്ടനടത്തത്തിൽ പങ്കെടുത്തു. മാതാ അമൃതാനന്ദമയി മഠം നൽകുന്ന വിദ്യാമൃതം സ്കോളർഷിപ്പിന്റെ ജില്ലാതല വിതരണോദ്ഘാടനം തൃപ്രയാറിൽ നടന്നു. തൃപ്രയാർ സർവീസ് സഹകരണ ഓഡിറ്റോറിയത്തിൽ നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. സമൂഹത്തിൽ ഏറ്റവും താഴെത്തട്ടിൽ നിൽക്കുന്നവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടി അവരെ ഒപ്പത്തിനൊപ്പം നിലനിർത്തുന്നതിന് വേണ്ടിയുമൊക്കെയാണ് ഇത്തരത്തിലുള്ള സ്കോളർഷിപ്പുകൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി, ആധുനിക ഭാരതത്തിന്റെ ശില്പി കൂടിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം കൂടിയാണ്. അജിത ജോഷി അധ്യക്ഷത വഹിച്ചു. UM സുബ്രഹ്മണ്യം, ജോഷി ബ്ലാങ്ങാട്ട്, PV ജനാർദ്ദനൻ, സുരഭി ദാസൻ എന്നിവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേള.